നീ ഇന്ന് നേരത്തെ വന്നോ? നീ താമസിച്ചെന്ന് പറയുന്നല്ലേടെ ശരി. വാ ഇരിക്കും. ശരിയാണ്. ഫാമിലി സെറ്റപ്പ് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്വാഭാവികം. ഇന്നത്തെ വാരഫലം നോക്കിയപ്പോഴേ 15 ദിവസം മുട്ടപ്പം വെള്ളത്തിൽ നിന്ന് സൂര്യനെ നമസ്കരിച്ചാൽ മെച്ചപ്പെട്ട ഭാവിയും നല്ല ജീവിതവും കിട്ടുമെന്നൊക്കെ കണ്ടു. എടാ അതിനെന്തുണ്ടല്ലോ, നീ മുട്ടപ്പം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ കയ്യിലിരിപ്പൊന്ന് ശരിയാക്കിയ എല്ലാം ശരിയായിക്കോളും. നീ കല്ലറി കറക്റ്റാ. നമ്മുടെ വിമൽ കെ പി ഒന്നില്ലയോ? വന്നിട്ടുണ്ടേ. നേരത്തെ തന്നെ വന്ന് ഉത്തരവാദിത്തത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കണ്ടംകുളത്തിൽ പുരുഷോത്തമൻ മകൻ വിമലേ, ഒന്ന് വാടാ പ്ലീസ്. എന്നാ പിന്നെ ഞാൻ നമസ്കരിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. എന്തു വാടേ? അവ എന്തോടെ കാണിക്കുന്നേ? മുങ്ങി ചാവോടെ. നിന്റെ ഭാവി വർത്തനൊക്കെ ഇപ്പൊ തീരോടെ. കേറി വാടാ മോനെ. എന്റെ ഭാവി ഈ കൈകളിൽ സുരക്ഷിതമാക്കണം എന്റെ സൂര്യദേവാ. എന്നു തീരുമെന്റെ ദുഃഖം ഇന്നി മണ്ണിലേ, ഇന്നു തീരുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. ശിക്ഷകണങ്ങളെല്ലാം ഗുരുവിനെ കാത്തിരിക്കുവാണോ? വർഗിച്ചേട്ടാ നല്ല സന്തോഷത്തിലാണല്ലോ. എന്തായി പോയിട്ട് കാര്യങ്ങളൊക്കെ? പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അന്നം മാത്രം. ചേട്ടാ വർഗിച്ചേട്ടാ, കാര്യം പറ. എന്തായി? എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. എൻ്റെ പൗരുഷവും ഗാംഭീര്യവും ഒക്കെ കുട്ടിക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, പക്ഷെ എനിക്ക് ഇറങ്ങാൻ നേരത്ത് കുട്ടിയുടെ ഒരു ചോദ്യം, എന്താ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് ഞാനങ്ങ് തട്ടിവിട്ടു. പ്രാദേശിക ഗതാഗത വകുപ്പിലാണ്. ഗതാഗത വകുപ്പോ? നിങ്ങളോ? താൻ അവിടെ ഒരു പണിയെടുക്കില്ലേ? അത് നടക്കട്ടെ. നിങ്ങൾ എന്നോട് ചോദിക്കും. അണ്ണൻ പറയണ എന്തോ സാധനമൊന്നും. പിന്നെ നിന്റെയൊക്കെ കൂടെ തേരാപ്പാര നടക്കുന്ന പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ അണ്ണന് വേറെ വകുപ്പാര് നല്ലത്. മരുന്നാ വികസന വകുപ്പ്. അയ്യോ, ഒന്നും കേറിയതല്ല. അത് ബോധം കയറിയൊന്നുമില്ല. പണിയെടുക്കാതെ ശരീരം അനങ്ങല്ലേ. ബോധോദയം വന്നതാണ് എന്റെ വർഗിച്ചേട്ടാ. ബോധോദയം കയറിയതാണ് എന്റെ വർഗിച്ചേട്ടാ. ഞാൻ പറയുന്നൊന്നും തോന്നരുത്. നിങ്ങളുടെ കൂടെ നടന്നിട്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. തീരെ ജോലി, സുഭിക്ഷ ഭക്ഷണം. ആ KT ഇമ്രാഷിന്റെ കൂടെ ചേർന്നാൽ മതിയായിരുന്നു. ആര്? നമ്മുടെ അബ്ദുവാ. അവനാണെങ്കിൽ ഇപ്പൊ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യത്ത് പോലുമില്ല. അവനും എൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അവന്റെ വീട്ടിൽ പണ്ട് തേങ്ങ മുഷ്ടിക്കാൻ കയറിയപ്പം അവൻ കല്ലെടുത്ത് എറിഞ്ഞ് തറയിലിട്ടതാണോ തനിക്ക് കിട്ടിയ ഗുരുദക്ഷിണ? അബ്ദു, നീ മൊത്തത്തിൽ മാറിപ്പോയില്ല അബ്ദു. എടാ, നീയൊക്കെ ഇപ്പോഴും ഇയാളുടെ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഇയാളൊക്കെ ആകെ വായ തുറക്കുന്നത് ഫുഡ് കഴിക്കാനും കള്ളം പറയാനും വേണ്ടി. അബ്ദു, അപ്പൊ ഇനിയിപ്പോ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യുക? നിങ്ങള് സൈലം PSC കിട്ടും. സൈലത്തിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. ആണോ? അപ്പൊ ഇനിയിപ്പോ പുതുതായിട്ട് എന്തെങ്കിലും? ഇപ്പൊ നമ്മുടെ കോഴ്സുകൾ വരാനുള്ളത് LDCയുടെ കോഴ്സ് വരാണ്ട്, ബെവ്കോ LDC കോഴ്സ് വരാണ്ട്, VFA കോഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു കോഴ്സിൽ ചേർന്ന് നിങ്ങൾ പഠിക്കാം, എന്തായാലും ജോലി കിട്ടും. എനിക്ക് 100%. അപ്പൊ ഈ ഗ്ലാമർ നമുക്കും കിട്ടുമല്ലേ? തീർച്ചയായിട്ടും കിട്ടും. സൈലത്തിൽ ചേർന്ന് പഠിക്കാം. എന്നാ നമ്മള് ഒന്നിച്ചങ്ങ് പോകും. അത് ഉറപ്പിച്ചു.